പഠനം നടത്തിയ കരാർ കമ്പനികൾ പ്രതിസന്ധിയിൽ. പഠന റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും മുൻ സർക്കാർ കുടിശ്ശിക നൽകിയില്ല. പദ്ധതി റദ്ദാക്കിയതോടെ തുക ലഭിക്കുമോ എന്നതിൽ ആശങ്കയുണ്ടെന്ന് കരാറുകാരനും മുൻ ഡെപ്യൂട്ടി കളക്ടറുമായിരുന്ന VK ബാലൻ പറയുന്നു. വിഷയത്തിൽ UDF സർക്കാർ ഇടപെടണമെന്നാണ് VK ബാലന്റെ ആവശ്യം. ഒരു ഏജൻസിക്ക് സാമൂഹിക പ്രത്യാഘാത പഠനം നടത്തുന്നതിന് ലാൻഡ് ഹാസ് ടു ബി ഡിമാർക്കേറ്റഡ്. അത് കഴിഞ്ഞെങ്കിൽ മാത്രമേ SIA സ്റ്റഡി നടത്താൻ കഴിയുള്ളൂ. റിക്വസ്റ്റിംഗ് അതോറിറ്റിക്ക് ലാൻഡ് ഡിമാർക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് 4 വില്ലേജിൽ മാത്രമേ അവർക്ക് ലാൻഡ് ഡിമാർക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. കോഴിക്കോട് ജില്ലയിൽ 4 വില്ലേജിൽ. VK കൺസൾട്ടൻസിയെ സംബന്ധിച്ചിടത്തോളം ഈ 2 ജില്ലയിലും കൂടി ഏതാണ്ട് 4 ലക്ഷത്തോളം രൂപ ഞങ്ങൾക്ക് ചിലവായിട്ടുണ്ട്. സ്റ്റാഫിനെ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിനുള്ള എക്സ്പെൻസും ഇവിടുന്ന് അവിടെ പോകാനുള്ള എക്സ്പെൻസും കൂടി ഏതാണ്ട് ഒരു 4 ലക്ഷത്തോളം രൂപ ഐ ഹാവ് സ്പെൻഡ് ഇറ്റ്. ആകാശ് തരത്തിൽ നമുക്കിപ്പോൾ ഉണ്ട്. ആകാശ്, ഗുഡ് മോർണിംഗ്. കേരളയിൽ വരില്ല കേട്ടോ എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി, ഉറപ്പിച്ച് തന്നെ പറയുകയുണ്ടായി. അപ്പം അക്കാര്യത്തിൽ ഇനി ഒരു ചർച്ചയുടെ ഒരു ആവശ്യമേ ഇല്ല. പക്ഷേ കരാറുകാർക്ക് ആശങ്കയുണ്ട്, അവർ നഷ്ടത്തിലാണ്. അപ്പോൾ ഇക്കാര്യം മുഖ്യമന്ത്രി അറിയിക്കാൻ അവരിൽ തീരുമാനമായിട്ടുണ്ടോ? എന്താ പറയുന്നത്? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിക്കൊരു പരാതി നൽകാൻ തന്നെയാണ് ഇപ്പോൾ കരാറുകാരുടെ തീരുമാനം. 2022 മാർച്ചിലാണ് ഈ കരാറ് പുറപ്പെടുവിച്ചത്. അപ്പോൾ സംസ്ഥാനത്തുടനീളം സ്വകാര്യ കമ്പനികൾ ഈ കരാർ ഏറ്റെടുക്കുകയും ലക്ഷങ്ങൾ മുടക്കി ഈ സാമൂഹ്യ ആഘാത പഠനം നടത്തുകയും ചെയ്തു. ഇവർക്ക് അതിനുശേഷം ഈ സാമൂഹ്യ ആഘാത പഠനം പ്രതിഷേധങ്ങൾ കാരണം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. പിന്നാലെ തന്നെ അവർ പിൻവാങ്ങുകയായിരുന്നു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഈ സാമൂഹ്യ ആഘാത പഠനം നടത്തിയിരുന്നത് VK കൺസൾട്ടൻസി എന്ന് പറയുന്ന സ്ഥാപനമായിരുന്നു. ആ സ്ഥാപനം ലക്ഷങ്ങൾ മുടക്കി ജീവനക്കാരെ വെച്ചാണ് ഈ പഠനം നടത്തിയിരുന്നത്. അതിനിടയിൽ കല്ലായിൽ വെച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധം നേരിടുകയും പിന്നാലെ തന്നെ ഇവർ പിന്നോട്ട് പോവുകയും സർക്കാർ ഉൾപ്പെടെ, അന്നത്തെ പിണറായി സർക്കാർ ഉൾപ്പെടെ ഈ കേരളയിൽ പദ്ധതിയുമായി തന്നെ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് തൊട്ട് ഇവർ ഉന്നയിക്കുന്ന കാര്യമാണ് ഇവർ അന്നെടുത്ത ടെൻഡർ എടുത്തിരുന്ന കരാർ തുക ലഭിക്കണമെന്നുള്ള കാര്യം. എന്നാൽ അതിൽ വർഷങ്ങളായിട്ടും യാതൊരു തരത്തിലുള്ള തീരുമാനവും ഉണ്ടായില്ല. കൂടാതെ തന്നെ VD സതീശൻ സർക്കാർ വന്നപ്പോൾ തന്നെ സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയെന്നുൾപ്പെടെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള ആശങ്കയും ഉണ്ട്. കാരണം ലക്ഷങ്ങൾ മുടക്കി ആണ് അവർ ഈ പഠനം നടത്തിയത്. അതിൽ പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും പൂർത്തിയാക്കിയതിൻ്റെ റിപ്പോർട്ട് കളക്ടർക്കുൾപ്പെടെ സമർപ്പിച്ച ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ഈ ആഘാത പഠനവുമായി ബന്ധപ്പെട്ട് നടത്തിയതിൻ്റെ ചിലവ് കരാർ പ്രകാരമുള്ള ഏകദേശം 4 ലക്ഷം രൂപയാണ് VK കൺസൾട്ടൻസിക്ക്, പയ്യോളി പ്രവർത്തിക്കുന്ന VK കൺസൾട്ടൻസിക്ക് ലഭിക്കാനുള്ളത്. കൂടാതെ സംസ്ഥാനത്തുടനീളം ഏകദേശം 14 ലക്ഷത്തോളം രൂപയാണ് കുടിശ്ശികയായി നിൽക്കുന്നത്. അതിനാൽ തന്നെ VD സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണം, ഇവരുടെ ആശങ്ക അകറ്റണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. 2022 മാർച്ചിലായിരുന്നു പിണറായി സർക്കാർ ഈ വിജ്ഞാപനം പുറത്തിറക്കുകയും ടെൻഡർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ തന്നെ ഈ ടെൻഡർ കോട്ട് ചെയ്തിട്ടുള്ള ആ തുക നിലവിൽ ഇതുവരെ ഇവർക്ക് ലഭ്യമായിട്ടില്ല. പല തരത്തിലുള്ള പരാതികളുമായി പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നിട്ട് പോലും ഈ കരാർ തുക ലഭിക്കാത്തൊരു സാഹചര്യമുണ്ടായി. പിന്നീട് VD സതീശൻ മുഖ്യമന്ത്രിയായിട്ടുള്ള സർക്കാർ വന്ന് കേരളയിൽ പദ്ധതി റദ്ദാക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ഇവരുടെ തുക ഇനി ലഭിക്കുമോ എന്നൊരു ആശങ്ക പറയുന്നുണ്ട്. കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ പഠനം പൂർത്തിയാക്കാനും ഇവർക്ക് സാധിച്ചിട്ടില്ല. കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധം, കല്ലായിൽ ഉൾപ്പെടെ പ്രതിഷേധമുണ്ടായ സാഹചര്യത്തിലാണ് ഇവർ ഈ പഠനത്തിൽ നിന്ന് പിൻവാങ്ങിയത്. അതിനുശേഷം തന്നെ ഇവർ ഇതുമായി ബന്ധപ്പെട്ട് കളക്ടറെയും തഹസിൽദാരെയും ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നു ഈ കരാർ തുകയുമായി ബന്ധപ്പെട്ട്. എന്നാൽ അത് ഏകദേശം 100 കോടി രൂപ പ്രാഥമികമായിട്ട് അനുവദിച്ചു എന്നായിരുന്നു വിവരങ്ങൾ. പിണറായി സർക്കാർ ആയിരുന്നു 100 കോടിയോളം രൂപ ഈ പഠനത്തിനും മറ്റു ആവശ്യങ്ങൾക്കായി ആദ്യഘട്ടത്തിൽ അനുവദിച്ചിരുന്നത്. എന്നാൽ ആ തുകയിൽ നിന്ന് 1 രൂപ പോലും ഇവർക്ക് നിലവിൽ ലഭിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഇവർ കടുത്ത ആശങ്കയിൽ തുടരുകയാണ്. പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോയൊരു സാഹചര്യവും കൂടാതെ തന്നെ പദ്ധതി ഇനി റദ്ദാക്കി എന്ന് പറയുന്ന സാഹചര്യത്തിലും ഇനി ഈ തുക ലഭിക്കുമോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. സേതുലക്ഷ്മി. ശരി ആകാശ്, രാവിലെ മഴയുണ്ടോ അവിടെ? കോഴിക്കോട് മഴയാ? രാവിലെ മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമാണ്. മഴ ചെറുതായിട്ടൊന്ന് ചാറിയായിരുന്നു, കാര്യമായിട്ട് പെയ്തില്ല. ഓക്കെ ആകാശ്, ശരി.